ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 19, 22, 23 വാക്യങ്ങളൊന്നും വായിക്കും. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. ഇനി 22, 23. യഹോവയായ ദൈവം മനുഷ്യരിൽ നിന്ന് എടുത്ത ബാലിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു എന്ന് പറഞ്ഞ് ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്നും പേരാകും എന്ന് പറഞ്ഞു. ചലിക്കുന്ന എല്ലാത്തിനും പേരിട്ട് തരാം. ആദാം, ഒറ്റയാണ്, ആദ്യത്തെ ആദാം. ഇത്രയും മാത്രം തൽക്കാലം ഓർത്തിരിക്കുക. ഞാൻ ഇത് എടുക്കാനുള്ള സാഹചര്യം വേറെന്നാണ്, അത് പിന്നീട് പറ്റും. ഞാൻ ഓർക്കുന്നേ പറയാം, അല്ലെങ്കിൽ അവസരം ഉണ്ടെങ്കിൽ പറയാം. പക്ഷെ അതിൽ നിന്ന് മറ്റൊരു വസ്തുതയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ ആദാം, ഇതിൻ്റെ അവസാനത്തെ ആദാമിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് വരാൻ വേണ്ടി യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിലെ ഒരു സംഭവത്തിലൂടെ നമുക്ക് കടന്നു പോകാം. 45, 46 മുതലുള്ള 45 മുതലുള്ള വാക്യങ്ങൾ വായിക്കും, 48 വരെ. അവൻ ഗലീലയിലെത്തിയപ്പോൾ ഗലീലക്കാർ തങ്ങളും പെരുന്നാളിന് പോയി. യെരൂശലേമിൽ വെച്ച് പെരുന്നാൾ ചെയ്തൊക്കെയും കണ്ടതുകൊണ്ട് അവൻ അനുഗ്രഹിച്ചു. ഗലീലക്കാര് എവിടെ പോയിട്ട്? യെരൂശലേമിൽ പോയിട്ട് അവിടെ യേശു ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവനെ അംഗീകരിച്ചു. വായിച്ചു. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. എവിടെ നിന്നാണ് ഇവർ യെരൂശലേമിൽ പോയത്? ഗലീലയിൽ. ഏത് ഗലീല? യേശു കാനാവിൽ വെള്ളം വീഞ്ഞാക്കിയ ഗലീല. ആ വെള്ളം വീഞ്ഞാക്കിയെടുത്ത് കുറഞ്ഞത് എത്ര പേര് കാണും? എന്തായാലും സാധാരണ യേശു ക്രിസ്തുവിൻ്റെ മീറ്റിങ്ങിൽ ഉള്ളതിലും കൂടുതലും അവിടെ ഉണ്ടായിരുന്നിരിക്കണം, ഉറപ്പായിട്ടും. അത്രയും പേര് നടക്കുന്നിടത്താണ് ആദ്യത്തെ അത്ഭുതം ചെയ്തത്. പക്ഷെ അവർക്ക് യേശുവിനെ മനസ്സിലായപ്പോഴാണ് അവർ യെരൂശലേമിൽ പോയി അവിടെ ചെയ്ത പ്രവൃത്തികൾ കണ്ടപ്പോൾ ആ ദേശക്കാരുടെ സ്വഭാവമാണ് ഇത് മനസ്സിലാക്കുന്നത്. അതിനാൽ അവർക്ക് യേശുവിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി വേണമെങ്കിൽ നമ്മുടെ നാടൻ രീതി വെച്ചിട്ട് ഞാനൊന്ന് പറയാം. ഈ സംഭവം എല്ലാം ആ പട്ടണത്തിലുള്ള, അല്ലെങ്കിൽ ആ പഞ്ചായത്തിലുള്ള, അല്ലെങ്കിൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കും. ഇനി അവർ യേശുവിനെ നമ്മുടെ ഒരു നാടൻ രീതി വെച്ചിട്ട് നോക്കിയാൽ യേശുവിനെ എപ്പോഴാണ് ഓർക്കാൻ പോകുന്നതെന്ന് അറിയാം? ആവശ്യം വരുമ്പോഴൊന്നുമല്ല, അടുത്ത കല്യാണത്തിന് വീഞ്ഞ് തികയാതെ വരുമ്പം മാത്രമേ, ഇതിന് മറ്റേ യോസഫിൻ്റെ മോൻ്റെ ഒരു നമ്പർ ഉണ്ടെന്ന് പറയും. വേറെ ഒരു കാര്യത്തിനും അറിയാൻ പോകുന്നില്ല. അടുത്ത വീഞ്ഞ് തീരുന്ന സന്ദർഭം. ശരിയാണോ? ഇത് സംഭവിക്കാൻ പോകുന്നില്ല. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് അറിയാനോ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചെന്ന് മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഇത് ചെയ്യുമെന്ന് അറിയാനോ ന്യായമായിട്ടും ആരെങ്കിലും ഒന്ന് ചോദിക്കണം. ഇപ്പോഴത്തെ സകല ക്രിട്ടിക്കും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് യേശു എന്തിനെ വെള്ളം അത് വീഞ്ഞാക്കി. ഇതൊക്കെ മനുഷ്യരായിട്ടുള്ളവർ ചെയ്യും, അത് ഭക്തിയായിട്ടുള്ള ഒരു കാര്യത്തിനും ചെയ്യാൻ പറ്റും. അന്നുള്ള ആരെങ്കിലും ഭക്തന്മാർ ആരെങ്കിലും ഒന്ന് ചോദിക്കണ്ടായിരുന്നു? അവരാരും ചോദിച്ചില്ല. പെന്തക്കോസ്തുകാർ ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന ഒരു അത്ഭുതമാണ് ഈ വെള്ളം വീഞ്ഞാക്കിയ ഒരു സംഗതി കേട്ടോ. അതിപ്പോഴും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ഇങ്ങനെ വരുന്നൊരു സാധനമാണ്. തുടർന്ന് വായിച്ചു. അന്ന് മകൻ രോഗിയായിരുന്ന രാജഭൃത്തൻ കഫർനഹൂമിലുണ്ടായിരുന്നു. യേശു യഹൂദദേശത്തു നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. തൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടില്ലാതെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. മതി. ആ ജനത്തിൻ്റെ അവിശ്വാസത്തെക്കുറിച്ച് യേശു വീണ്ടും അവരോട് പറയുക. അവനൊരു ശരിയായ ഒരാവശ്യം ഉന്നയിച്ചു. അവിടെ അവൻ്റേതായ രീതിയിൽ കാര്യം നമ്മുടേതായ സ്വഭാവം, അല്ലെങ്കിൽ മനുഷ്യൻ്റെതായ സ്വഭാവം ആ വ്യക്തി അവിടെ പറയുന്നുണ്ട്. നീ എന്ത് ചെയ്യണം? ഒന്ന് അവനെ സൗഖ്യമാക്കണമെന്നാണ് രാജഭൃത്യൻ അങ്ങോട്ട് ആവശ്യപ്പെടുന്നത്. പക്ഷേ യേശു അത്ര സന്തോഷകരമല്ലാത്തൊരു മറുപടിയാണ് അവൻ്റെ മുമ്പിലേക്ക് തിരിച്ചു പറയുന്നത്. അപ്പോൾ
ഈ നഗരത്തിൻ്റെ അല്ലെങ്കിൽ ഈ പട്ടണം അല്ലെന്ന് തോന്നുന്നു, ഒരു ചെറിയൊരു ഗ്രാമം എന്ന് പറയാൻ അതുപോലൊരു സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുക. യാതൊരു പ്രതികരണവും യേശുവിനോട് ഒരു പ്രവാചകൻ എന്ന നിലയിൽ നടത്താത്ത ഒരു പട്ടണം അല്ലെങ്കിൽ ഒരു നഗരം അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു ഗ്രാമം. അവിടെ നിന്നാണ് ഇവിടെ ഒരാൾ വന്ന് ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. ഈ സമയത്ത് യേശു അവരോട് പറയുന്നത്, നിങ്ങൾ യേശുവിൻ്റെ ആവശ്യം എന്താണ്? നമ്മുടെ വിശ്വാസമാണ്. മനുഷ്യൻ്റെ ആവശ്യം എന്താണ്? അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. ഒരു കാലത്തും മനുഷ്യൻ്റെ സ്വഭാവത്തിന് ദൈവത്തോടടുത്ത് വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. മനുഷ്യൻ എന്ത് വേണം? വിശ്വസിക്കണമെങ്കിൽ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും വേണം. ഈ അത്ഭുതം എങ്ങനെ വേണം? എനിക്ക് അനീഷിൻ്റെ ജീവിതത്തിൽ അത്ഭുതമൊന്നും വേണ്ട. ഇപ്പം ഞാൻ വെച്ചേക്കുന്ന ഒരു ലോട്ടറിയാണ്, ഇതടിച്ചാലേ എനിക്ക് വിശ്വാസം വരും. അനീഷിനെ അടിച്ചാൽ അനീഷിന് വിശ്വസിക്കും, അത് അവൻ്റെ കാര്യം. പക്ഷെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ എന്തോ വേണം? ഞാൻ വെച്ചേക്കുന്ന ലോട്ടറി അടിക്കണം. മനുഷ്യൻ്റെ സ്വഭാവമാണ്. മനസ്സിലായോ? ഇതാണ് ആ പട്ടണം നമ്മളെ വിളിച്ച് കാണിക്കുന്നത്. നമ്മൾ വചനം എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു നഗരത്തെക്കുറിച്ച് മാത്രമല്ല നമ്മളിതിനെ ഗ്രഹിക്കേണ്ടത്, ഇതിനെ നമ്മോട് ചേർക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ വചനം വായിക്കുമ്പോൾ ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് സംഗതി എന്ന് പറഞ്ഞാൽ, ഏറ്റവും എളുപ്പം നമുക്ക് മനസ്സിലാകാത്ത ഏത് ഭാഗത്തും, ഒരു ഭാഗത്ത് നമ്മളെയും മറുഭാഗത്ത് യേശു ക്രിസ്തുവിനെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വചനം നമുക്ക് വലിയ പൊരുളുകളെ തിരിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. ഇനി അതിൻ്റെ 49 വായിച്ചു. അവനിപ്പോൾ കുറച്ചുകൂടെ കമാൻഡിങ് പൊസിഷനിലോട്ട് വന്നു. യേശു അവനോട് പോയി കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. മതി. ഇപ്പോൾ അവൻ കുറച്ചുകൂടെ കമാൻഡിങ് പൊസിഷനിലേക്ക് വന്നു. എന്താ? മരിക്കുന്നതിന് മുമ്പ് വരണം. കാര്യം അവൻ്റെ കാര്യം നടക്കണം. യേശുവിന് മറ്റൊരു ഉദ്ദേശം ഉണ്ടെങ്കിലോ? നമുക്കറിയാം, ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ യേശു മറ്റൊരു ഉദ്ദേശത്തിലേക്ക് പോയിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. പലർക്കും ഇന്നും ഗ്രഹിക്കാൻ കഴിയുന്നില്ല യേശു ഒരു സ്ത്രീയെ നായ്ക്ക് തുല്യമാക്കി പറഞ്ഞത് എന്തുകൊണ്ടാണ്. ഇന്ന് മനസ്സിലാകാത്ത ആയിരക്കണക്കിന് വിശ്വാസികൾ പോലുണ്ട്. വിശ്വാസികൾ പോലും വന്ന് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. എന്നാലും നായെക്കുറിച്ച് പറയണമായിരുന്നു, അതിന് തുല്യമാക്കണമായിരുന്നു. അതിന് തൊട്ടടുത്ത വാക്കിൽ ആ കൂടിയിരുന്ന സകലരെക്കാളും മുകളിലേക്ക് ഈ സ്ത്രീയെ കൊണ്ടുവന്നിട്ടാണ് യേശുക്രിസ്തു ആ കളം വിട്ടത്. എന്നിട്ടും അത് മനസ്സിലാക്കാൻ മനുഷ്യന് തയ്യാറല്ല. എന്തുകൊണ്ടാണ്? വിശ്വസിക്കാൻ താല്പര്യമില്ലാത്ത മനസ്സ് മനുഷ്യൻ്റെതായതുകൊണ്ട്. നമ്മളിതായിരിക്കണം ഓരോ നിമിഷവും നമ്മളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. വിശ്വസിക്കാൻ ആഗ്രഹമില്ലാത്തൊരു മനസ്സ്. ഇതാണ് നമുക്കെതിരെ നിന്നുകൊണ്ട് ശത്രു നമുക്ക് ഓരോ നിമിഷവും നമുക്ക് നേരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി 54 വാക്യം. യേശു യഹൂദയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായി ചെയ്തു. യേശു നേരത്തെ ഇതിനിടയ്ക്ക് അടയാളം ചെയ്തു എന്നുള്ളത് നമ്മൾ പലപ്പോഴും വായിച്ചു. ഇതിനു മുമ്പിൽ തന്നെ വായിച്ചു. എന്ന് പറഞ്ഞാൽ യെരുശലേമിൽ അവർ പോയി അടയാളം കണ്ടിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇത് എത്രാമത്തെയാണ്? ആ ദേശത്തിൻ്റെ പ്രശ്നം മനസ്സിലായ. യേശുവിന് ഒരു സാധാരണ ഉപദേശിയുടെ വില പോലും കൊടുത്തിട്ടില്ല. നമ്മൾ വായിക്കുകയും നമ്മളെ മനസ്സിൽ ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ആ ദേശക്കാർ ഈ വ്യക്തിയിൽ കണ്ടത്. ഇതാണ് ഏറ്റവും അവസാനം യേശുക്രിസ്തുവിനെതിരെ പിശാച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, വിശ്വാസം എന്ന വസ്തുത നമ്മുടെ ഉള്ളിൽ രൂപപ്പെടേണ്ട സമയത്ത് അത് രൂപപ്പെടുന്നില്ലെങ്കിൽ അത് പിശാച് ഉപയോഗപ്പെടുത്തും. ഇനി നരകത്തിലേക്ക് പോകുന്നവരെ കുറിച്ച് ചിന്തിച്ചാൽ, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്. പലരും പറയാറുണ്ട്, എത്ര കൂടുതൽ ആൾക്കാർ നരകത്തിലേക്ക് പോകാം. നരകത്തിലേക്ക് മനുഷ്യരെ ദൈവം തിരഞ്ഞെടുക്കുകയല്ല, ദൈവവചനം കേട്ടിട്ട് പ്രതികരിക്കാത്തതിൻ്റെ അനന്തരഫലം മാത്രമാണ് അവർക്ക് നരകം. ആരെങ്കിലും നരകത്തിൽ പോകുന്നുണ്ടെങ്കിൽ ദൈവവചനം കേട്ടിട്ട് പ്രതികരിക്കാത്തത് കൊണ്ട് മാത്രമായിരിക്കും. വേറെ ഒരു കാരണം കൊണ്ടും ആരും പോകാൻ പോകുന്നില്ല. പാപം മാത്രം കൊണ്ടുപോകാൻ പോകുന്നില്ല. പാപം അത് മറ്റൊരു വസ്തുതയാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ എന്ന് പറഞ്ഞാൽ വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്, ജാതികളായിട്ടുള്ളവർ ന്യായപ്രമാണത്തിലുള്ളത് സ്വമേധയാ ചെയ്യുമ്പം അവർ തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു എന്ന് പൗലോസ് എഴുതി വെച്ചിരിക്കുന്നു.
എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം പോലെ ജീവിക്കുന്ന മറ്റുള്ള മനുഷ്യരുണ്ടെന്നാണ് ദൈവവചനം പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ യേശുക്രിസ്തു പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന വിശ്വാസമാണ്. പക്ഷേ ആ ഗലീല എന്ന പ്രദേശത്ത്, ആദ്യത്തെ അത്ഭുതം ചെയ്ത പ്രദേശത്ത്, ഏറ്റവും മഹത്തരമായ, എബ്രായന് മനസ്സിലാകുന്നതിൽ ഏറ്റവും മഹത്തരമായ ഒരു അത്ഭുതം ചെയ്ത പ്രദേശത്ത് രണ്ടാമത്തെ അത്ഭുതം എത്രയോ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും നടക്കുന്നു. അത് മറ്റൊരാൾ വേറൊരു സ്ഥലത്ത് നിന്ന് വന്നിട്ടാണ്. അവിടെ ഉള്ളവരല്ല, വേറൊരു സ്ഥലത്തേക്ക് യേശുവിനെ വിളിക്കുക. യേശു അങ്ങോട്ട് പോകാൻ പോലും തയ്യാറായി. അവന് പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഒരു സൗഖ്യം ദൈവം അവനും പ്രദാനം ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില കാൽക്കുലേഷനുകളുണ്ട്. എല്ലാ ആഗ്രഹങ്ങളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. ഇന്നും ദീർഘനാളെ ജീവിച്ചിരിക്കുന്ന ചെയ്യേണ്ട ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലുമുണ്ട്. എന്നാൽ അടുത്ത നിമിഷം ദൈവം വിളിച്ചാൽ പോകേണ്ട പ്രത്യാശയും നമുക്കുണ്ടായിരിക്കണം. ഇത് രണ്ടും നമുക്കുണ്ടായിരിക്കേണ്ടത്. നമുക്ക് ദീർഘായുസ് തന്നാൽ ചെയ്യേണ്ട എന്ത് കാര്യവും നമുക്ക് പ്ലാൻ ചെയ്യാം. പക്ഷേ അടുത്ത നിമിഷം പോകേണ്ട പ്രത്യാശയും നമുക്കുണ്ടായിരിക്കും. ഇതാണ് ഒരു മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാതെ പോയ വലിയൊരു ഗ്രാമം, അവൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് പോലും. ദൈവത്തിന് സ്വാഗതം. ഇനി 5-ാം അധ്യായം 26-ാം വാക്യം, 26-27. മതി. ഇത് ദൈവത്വത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച്. ദൈവത്തിന് തന്നിൽ തന്നെ ജീവനുണ്ടെന്ന് പറഞ്ഞാൽ ദൈവം ഊതുമ്പോൾ തന്നെ ജീവൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ദൈവം പറയുമ്പോൾ ജീവൻ ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? ദൈവത്തിൻ്റെ നാവിൽ നിന്ന് ജീവൻ വരുന്നു, ജീവൻ്റെ വചനം വരുന്നു. യേശു ക്രിസ്തുവിനെയും ദൈവം ഇതുപോലാക്കി. മനസ്സിലായില്ലേ? യേശു ക്രിസ്തു പറഞ്ഞത് യേശു ക്രിസ്തു പ്രാണനെ വിട്ടു എന്നാണ് പറയുന്നത്. യേശു ക്രിസ്തു ജീവനെ തിരിച്ചെടുത്തു എന്നാണ് പറയുന്നത്. നമുക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് യേശു ക്രിസ്തുവിനെ ദൈവം തെളിയിക്കുന്നത്. അല്ലാതെ യേശു ക്രിസ്തു മറിയയിൽ ജനിക്കുമ്പം അതൊരു മനുഷ്യനാകുന്നില്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മാത്രമാകുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ ജീവൻ അവിടെ ആരംഭിക്കുന്നതാകുന്നില്ല. യേശു ക്രിസ്തു ദൈവത്തോടൊപ്പം അനാദിയായി, ആദിയും അന്തവുമായവനായി ഉള്ളവനാണ്. മനസ്സിലാവുന്നില്ല? ഇനി അടുത്ത വാക്യം. അടുത്ത 2 വാക്യം. കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരും. 29 വരെ. 29 വരെ വായിച്ചോ. അത് ഒരു വാക്യം കൂടെ ഉണ്ട്. എനിക്ക് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല എന്നുള്ളത്. അത് 30 ഓക്കെ. ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എന്റെ വിധി നീതിയുള്ളതാകും. മതി. യേശുക്രിസ്തു ന്യായവിധിക്ക് വരുമ്പോൾ സ്വതേ ഒന്നും ചെയ്യുന്നില്ല, പിതാവിൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒന്നിലധികം ദൈവം ഉണ്ടെന്ന് പറയാൻ ശ്രമിക്കുന്നവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, 2 ഐഡൻറ്റിറ്റി, ദൈവമെന്നും യേശുക്രിസ്തുവെന്നും നമുക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് 2 ദൈവമല്ല. 2 ദൈവമാണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇതിൽ ഒരാൾ മറ്റൊരാൾക്ക് ഇഷ്ടമല്ലാതെ ചെയ്ത് കഴിയുമ്പോൾ 2 ദൈവമായി. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന ഒരു വ്യാഖ്യാനം അതാണ്. എന്ന് പറഞ്ഞാൽ ഈ യേശുക്രിസ്തുവും ദൈവവും ഒന്നാണെന്ന് നമ്മൾ പറയുകയും ഇതിൽ ഒരാൾ പോലും മറ്റൊരാൾക്ക് ഇഷ്ടമല്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭം പോലും ഇല്ല എന്ന് വചനത്തിൽ നമ്മൾ വെളിപ്പെടുത്തുകയും ചെയ്യുക. ഒരാൾ മറ്റേയാളുടെ ഇഷ്ടം മാത്രമേ ചെയ്യുന്നു. യേശുക്രിസ്തു ന്യായം വിധിക്കുമ്പോൾ നീതിയുള്ളവനായിട്ടാണ് ന്യായം വിധിക്കുന്നത്. ഇനി നമ്മൾ വായിച്ച 28-ാം വാക്യത്തിൽ പറയുന്നു, മരിച്ചവരെല്ലാവരും അവൻ്റെ മുമ്പിലേക്ക് ന്യായവിധിക്കായിട്ട് വരും. ഇതാണ് ഞാൻ നേരത്തെ വെച്ചൊരു താരതമ്യം. മനസ്സിലായോ? ജീവിച്ചിരുന്നവരെല്ലാവരും അന്ന് ആദ്യത്തെ ആദാമിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ആദാം ഇട്ടത് അവർക്ക്
എന്നേക്കും നിലനിൽക്കുന്ന പേരായെങ്കിൽ അവസാനത്തെ ആദാം ദൈവത്തിൽ നിന്ന് നേടിയിരിക്കുന്ന ഒരു അവകാശം എന്ന് പറഞ്ഞത് ന്യായവിധിയാണ്. എന്ന് പറഞ്ഞാൽ പുത്രന് ബഹുമാനം കുറഞ്ഞു പോകുമോ എന്ന് വിചാരിച്ച് ദൈവം ന്യായവിധിക്കുള്ള അവകാശം ആർക്ക് നൽകി? യേശുക്രിസ്തുവിന് നൽകി. ഈ അവകാശവുമായിട്ട് സകല മനുഷ്യരും യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. നിൽക്കുമ്പം യേശുക്രിസ്തു പ്രഖ്യാപിക്കുന്നത് നമുക്ക് ന്യായവിധിയാകും. ഇതിൻ്റെ മോഡലാണ് അന്ന് അവിടെ ആദാം ചെയ്തത്. മനസ്സിലായോ? വേദപുസ്തകത്തിൽ നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ എവിടെ നമ്മൾ വിചാരിച്ചോണം ഒരു നിഴലാണത്. ആ നിഴലാണെന്ന് കണ്ടാൽ ഇതെന്തിൻ്റെ നിഴലാണെന്ന് നമ്മൾ നോക്കിയാൽ ആ ശരിയായ രൂപവും നമുക്ക് കാണാം. ഈ ന്യായവിധിയെ വിളിച്ചു പറയുന്നവരായിട്ടാണ് നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നത്, ആയിരിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തീയ ജീവിതം വളരെ പ്രയാസമേറിയ ഒന്നാണെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. മത്തായി സുവിശേഷം 25:31 ഈ കാര്യങ്ങൾ ആവർത്തിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ന്യായവിധിയെക്കുറിച്ച് 36 വരെ വായിച്ചു. തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെ അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തു നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരെ അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അംഗീകരിക്കപ്പെട്ടവരെ വരും. ലോകസ്ഥാപനം മുതൽ ഞങ്ങൾക്കാൾ ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളും. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട് മതി. ബാക്കി ഭാഗങ്ങളെ നമ്മൾ ഒരുപാട് തവണ വായിച്ചിട്ടുള്ളത്, നമുക്ക് അറിവുള്ളതുമാണ്. രണ്ട് കൂട്ടരും വാദിക്കുന്നുണ്ട്. ഞങ്ങൾ എങ്ങനെ എപ്പോൾ ഇത് ചെയ്തു എന്നുള്ളത് അവർക്ക് പോലും അറിയുന്നില്ല. പക്ഷെ അവരവരെ സ്വാഭാവിക ജീവിതം ചെയ്തു പോയപ്പോൾ ദൈവത്തിന് ഫീൽ ചെയ്ത കാര്യമാണ് നമ്മൾ പറയുന്നത്. ദൈവത്തിന് വിശന്നു. എപ്പോഴായിരിക്കും വിശന്നത്? ദൈവം സ്നേഹിച്ച ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിക്ക് വിശക്കുമ്പോൾ തീർച്ചയായിട്ടും അവന് ആഹാരം കൊടുക്കാനുള്ള വിശപ്പ് ആർക്കുണ്ടായി കാണും? ദൈവത്തിനുണ്ടായി കാണും. ദൈവത്തിനല്ല നമ്മൾ വിചാരിക്കുന്നത് സ്വാഭാവികമായ ഭക്ഷണമോ ആത്മീയമായ ഭക്ഷണമോ വേണ്ട ഒരു വ്യക്തിയല്ല ആര്? ദൈവം. അങ്ങനെ ഒരു ഡിമാൻഡുള്ള ഒരു ശരീരവുമായിട്ടല്ല ദൈവം വസിക്കുന്നത്. ദൈവത്തിന് തീർച്ചയായിട്ടും ശരീരമുണ്ട്, സ്വർഗീയ ശരീരമുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്ന ഒരു ആഹാരവും ഡിമാൻഡ് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ അത് ആവശ്യമുള്ളതല്ല. ഇത് കുറഞ്ഞാൽ ആ ശരീരത്തിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നതല്ല. എന്നാൽ ഒരു ആഹാരം കഴിച്ചെന്ന് വിചാരിച്ച ആ ശരീരത്തിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ലതാണ്. അതിൻ്റെ തെളിവാണ് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള എല്ലാ സന്ദർഭങ്ങളിലും യേശു ക്രിസ്തു ഭക്ഷണം കഴിച്ചിട്ടാണ് പോയിട്ടുള്ളത്. വളരെ വിചിത്രമായൊരു വസ്തുതയാണ്. പറഞ്ഞാൽ ജീവിച്ചിരുന്നപ്പോൾ ഭക്ഷണം ഒരുപാട് കഴിച്ചില്ലെങ്കിൽ പോലും പരീശന്മാരോട് കഴിക്കാൻ പോയപ്പോൾ തന്നെ പറഞ്ഞ വാർത്ത എനിക്ക് ഓർമ്മയുണ്ടല്ലേ? തിന്നിയും കുടിയനുമായ മനുഷ്യൻ എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനെ പരിഹസിച്ചത്. അപ്പോൾ അതൊരു പരിധിക്ക് നിർത്തിയപ്പോൾ അതിനുശേഷം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും യേശു എന്ത് ചെയ്തു? ശിഷ്യന്മാരോടുകൂടെ കണ്ടവരോടൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാണ് അവർ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പോയത്. സന്ദർശിച്ച എല്ലാ സന്ദർഭങ്ങളും എല്ലാ തവണകളിലും യേശു ക്രിസ്തു ഉറപ്പായിട്ടും നമ്മളോട് പറഞ്ഞിരിക്കുന്നു, ന്യായവിധി തീർച്ചയായിട്ടും ഉണ്ടാകും. അത് എല്ലാവർക്കും ഉണ്ടാകും. വിശുദ്ധൻ. ഇനി നമ്മൾ ന്യായവിധിയെ ഭയക്കേണ്ടവരല്ല ന്യായമായിട്ടും, അല്ലേ? എന്തുകൊണ്ടാണ്? ഇവിടെ ന്യായവിധിക്ക് വരുന്നവരുടെ കൂട്ടത്തിൽ കാണപ്പെടേണ്ടവരാണ് നമ്മൾ. യേശുക്രിസ്തു സകല വിശുദ്ധന്മാരോടും കൂടിയാണ് വരുന്നത്. ഈ കൂട്ടത്തിൽ പെടേണ്ടവരാണ് നമ്മൾ ഒരിക്കലും ന്യായവിധിയെ ഭയക്കേണ്ടവരല്ല. നമ്മൾ ന്യായവിധിയുടെ കാർമ്മികത്വം വഹിക്കുന്ന കൂട്ടത്തിൽ നിൽക്കേണ്ടവരാണ്. അവിടെ വേർപെടുത്തുന്ന നമ്മളെ അല്ല, അതിനപ്പുറത്തുള്ളവരെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ന്യായവിധിയെ നമ്മൾ ഭയക്കേണ്ടവർ ഒരു കാരണവും നമ്മുടെ മുമ്പിലില്ല. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ന്യായവിധിയെ ഭയക്കേണ്ടവരല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ അവസാന കാലത്തെക്കുറിച്ച് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ വരുന്ന മരണശേഷമുള്ള വസ്തുതകളെ കേൾക്കുമ്പോഴോ തീർച്ചയായിട്ടും ഒരു ഭയം നമ്മളിൽ ഉളകാറാണ്. അല്ല, അത് അങ്ങനെയല്ല ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്.
അതിനെക്കുറിച്ച് ധൈര്യവും പ്രത്യാശയാണ് ഉണ്ടാകേണ്ടത്. മരിച്ചവരെക്കുറിച്ച് നമുക്ക് പ്രത്യാശയാണ് എല്ലാ കാലവും ഉണ്ടാകേണ്ടത്. എല്ലായ്പ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒരു മനുഷ്യന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ജീവിച്ചിരിക്കുമ്പോഴേ ചെയ്യാവൂ, അന്നേരം ചെയ്യാൻ കഴിയൂ. ദൈവത്തിന് വിശക്കുമ്പോൾ കൊടുക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള ഒരു അത്രയും പവർഫുൾ ആയിട്ടുള്ള ലൈഫ് നമുക്ക് തന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ദൈവത്തിന് തടവറയിലായിരിക്കുമ്പോൾ അതിന് മോചനം കൊടുക്കാൻ അല്ലെങ്കിൽ അവിടെ ആശ്വാസം കൊടുക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള പവർഫുൾ ആയിട്ടുള്ള ലൈഫാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ അതിനെ വ്യംഗ്യ അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. ഇതാണ് ആ പ്രത്യേകത. ഇത് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ന്യായവിധിയുടെ അവകാശികളാവുന്നത്, അല്ലെങ്കിൽ ന്യായവിധിയുടെ അതിൻ്റെ ശരിയായ ഭാഗത്ത്, അതിൻ്റെ നടത്തിപ്പുകാരുടെ ഭാഗത്ത് നമ്മൾ നിൽക്കുന്നത്. യേശുക്രിസ്തുവിനോടൊപ്പം ന്യായവിധിക്കായിട്ട് കടന്നു വരുന്നു. ഇത് നടക്കുമെന്നുള്ളതിന് ഒരു സംശയമില്ല. കാര്യം നടന്ന ഇതിൻ്റെ നിഴല് നേരത്തെ കാണിച്ചു കഴിഞ്ഞു. ഇനി അവിടെ മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ? കാലത്തിന് മുമ്പ് തന്നെ, യുഗങ്ങൾക്ക് മുമ്പ് നിഴൽ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിന് മാറ്റം വരുത്താൻ പറ്റുമോ? പറ്റത്തില്ല. നമുക്ക് എത്രയോ തെളിവുകളുണ്ട്. ഒന്നും വേണ്ട, യേശുക്രിസ്തു മരിക്കുന്ന ദിവസത്തിൻ്റെ നിഴൽ പോലും നേരത്തെ കാണിച്ചിട്ട് അതിന് മാറ്റം വരുത്താതെ 3000-4000 വർഷങ്ങൾക്ക് ശേഷം പ്രവർത്തിച്ച ദൈവമാണ്, അല്ലെങ്കിൽ അത് സംഭവിച്ചത് നമ്മുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ അതിനു മുമ്പ് കാണിച്ചിരിക്കുന്ന പല നിഴലുകളും ഇനിയും നമുക്ക് മുമ്പിൽ വരാനിരിക്കുന്നു. ഇതിനെ തിരിച്ചറിയാതെ പോകരുത്. ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, നമ്മൾ വേദപുസ്തകം സ്വതന്ത്രമായിട്ടാണ് വായിക്കേണ്ടത്. ഒരിക്കലും ഒരു മർത്തമക്കാരനായിട്ടോ യാക്കോബക്കാരനായിട്ടോ പെന്തക്കോസുകാരനായിട്ടോ അല്ല വേദപുസ്തകം വായിക്കേണ്ടത്. നമ്മൾ സ്വതന്ത്രമായിട്ട് വേദപുസ്തകം വായിക്കണം. ഈ വാക്യം പെന്തക്കോസിനുള്ളതെന്നല്ല എടുക്കേണ്ടത്, ഈ വാക്യം എനിക്കുള്ളത്. അടുത്ത വാക്യം വായിക്കുമ്പോഴും അതുപോലെ അത് എനിക്കുള്ളത്, ദൈവം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് എടുക്കേണ്ടത്. ചിലത് വരുമ്പോഴത്തേക്ക് നമുക്കുള്ളതല്ല. ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ പലപ്പോഴും ചിലർ അവിടുന്ന് നിശബ്ദരാകുകയും ചിലപ്പോൾ അവിടുന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. വേദപുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്ന 5 വാക്യം അന്നേരം പറയുകയോ കേൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ ഒരാൾ ഒരു പടം കൊണ്ടുവച്ചാൽ അത് എൻ്റെ വിഷയമല്ല. ഞാൻ പ്രാർത്ഥിക്കാൻ കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ ഹൃദയം പോകുന്ന ഒരു സ്ഥലത്തേക്കാണ്, എൻ്റെ വിശ്വാസം പോകുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്കാണ്. ഇതാണ് നമ്മുടെ ബോധ്യം. അതിനെ ഒരാൾ ബഹുമാനിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു സമയമാണത്. നമ്മളതിനെ അങ്ങനെ വിനിയോഗിക്കേണ്ടത്. ഈ ലോകത്തോട് പറയാൻ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ലോകത്തിൻ്റെ ഉപ്പാണ് നമ്മളെന്ന് യേശുക്രിസ്തു പറഞ്ഞത് വെറുതെയല്ല. ഈ ലോകത്തിന് രുചി വരുത്താൻ നമുക്ക് കഴിയും. ഇതിന് കഴിയുന്ന ഒരു ശക്തിയുമായിട്ടാണ് നമ്മൾ ഈ ലോകത്തെ ദൈവം ശേഷിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ കേട്ടതുപോലെ അവിശ്വാസം ഉളവാക്കുന്ന വ്യക്തികളായിട്ടല്ല നമ്മൾ പോകേണ്ടത്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വെച്ചിട്ട് മാത്രമല്ല എനിക്ക് വിശ്വാസം ഉണ്ടാകേണ്ടത്. എനിക്ക് ഒരു ജീവിതത്തിൽ ഒരു തവണ ഒരു വിശ്വാസത്തിനുള്ള ഒരു അവസരം ദൈവം തന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ സമയവും എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. എൻ്റെ ജീവിതത്തിൽ ഒരു സൗഖ്യം താമസിച്ചു പോയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ഇവിടെ അതിലും ശക്തമായ മറ്റൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇവൻ്റെ വിശ്വാസത്തിൽ തന്നെ, ഈ നമ്മൾ വായിച്ചെടുത്ത് തന്നെ, അവൻ വിചാരിച്ചത് എന്താ? യേശുക്രിസ്തു വന്ന് തൊട്ടാലേ സൗഖ്യമാകുന്ന അവൻ്റെ വിശ്വാസം. ഇവിടെ എന്താ അവൻ കേട്ടത്? അവൻ പകുതി വഴി ചെല്ലുമ്പോൾ സൗഖ്യത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് ആൾക്കാർ ഇഞ്ഞു വന്ന ഇവൻ എന്നിട്ടും എടുക്കണം. അവൻ എന്നിട്ട് അന്ന് അവർ സമയം ചോദിച്ചു കഴിഞ്ഞ് അവന് വിശ്വാസം വന്നോളൂ. എത്ര മണിക്ക് സൗഖ്യമായി? ഇന്നലെ 7 മണിക്ക് സൗഖ്യമാണ്. അപ്പോൾ ആ പറഞ്ഞ സമയത്ത് അവൻ അന്നേരം വിശ്വാസം വന്നു. ഇവൻ യേശുവിനെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവില്ലേ? ഇവന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഈ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. കാര്യം പാതിരി വന്ന് തൊട്ടാൽ സൗഖ്യമാവും എന്നുള്ളൊരു കണക്കൂട്ടൽ ഇതേ സംഗതി തലയ്ക്കകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ പ്രവർത്തിക്കുന്ന അതീന്ദ്രിയമായ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൻ്റെ വിശ്വാസത്തെ അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകാം. പലപ്പോഴും നമ്മളെ പുറമേ കാണുന്നവർ വിധിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയം കണ്ട് എന്നെ വിധിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള ബോധ്യം നമ്മളെ ധൈര്യപ്പെടുത്തണം. നിങ്ങളെ ന്യായം വിധിക്കുന്ന അനേകരുണ്ടായിരിക്കാം. നിങ്ങളുടെ ചെറിയ പ്രവൃത്തികളോ നിങ്ങളുടെ ഒരു നീക്കങ്ങളോ കണ്ടിട്ട് നിങ്ങളെ ന്യായം വിധിക്കുന്ന പലരും ഉണ്ടായിരിക്കാം. അവനിപ്പം വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോയി, അവനിപ്പോൾ പല കാര്യങ്ങളില്ല, അവനിപ്പം മറ്റ് പല ഉപദേശങ്ങളിലാന്നൊക്കെ പറഞ്ഞ് ന്യായം വിധിക്കുന്ന വ്യക്തികളുണ്ടാവാം. സാരമില്ല.
നിങ്ങളുടെ ഹൃദയം കൃത്യമായിട്ട് അറിഞ്ഞ് ന്യായം വിധിക്കുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു സങ്കോചവും വേണ്ട. നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവൃത്തികളെ ദൈവം അറിയുന്നു. നമ്മൾ സമയത്ത് ചിലത് ചെയ്തില്ല എന്ന് കുറ്റം പറയുന്നവരുണ്ടായിരിക്കാം. നമ്മൾ ചിലത് കൊടുത്തില്ലെന്നോ വാങ്ങിച്ചില്ലെന്നോ ഒക്കെ പറയുന്നവരുണ്ടായിരിക്കാം. നമ്മൾ ഹൃദയത്തിൽ എന്ത് നനച്ചുകൊണ്ട് എന്ത് ചെയ്തു എന്ന് കൃത്യമായി അറിയാവുന്ന ഒരു ദൈവം നമുക്കുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം അതാണ് കേട്ടോ. പലപ്പോഴും നമ്മുടെ ശരിയായ ആശയം വ്യക്തമാക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്കും അറിയാം, ഞാൻ ഈ പറയുന്ന എൻ്റെ ഉപദേശങ്ങൾ പോലും പലപ്പോഴും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പോലും പ്രയാസമാണ്. അത് എനിക്ക് എൻ്റെ അറിവ് കൂടിയത് കൊണ്ടല്ല, നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള അടിസ്ഥാനമായ ഒരു കഴിവ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് തന്നെ മറ്റു പല സ്ഥലങ്ങളിലും വരാറുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പോലും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ ബോധ്യമാക്കാൻ സുഷ്മയെടുത്ത് പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയുള്ള പ്രയാസങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇവിടെ പോലും എൻ്റെ സന്തോഷം ധൈര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആ സമയത്തെ ഹൃദയം തീർച്ചയായിട്ടും ആരറിഞ്ഞിരിക്കുന്നു? ദൈവം അറിഞ്ഞിരിക്കുന്നു. പലപ്പോഴും എനിക്കത് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാതെ പോയിട്ടുള്ള സന്ദർഭങ്ങൾ അനേകം ഇപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മളെ ഓരോ ദിവസവും നടത്തേണ്ടത് ഈ പ്രത്യാശയാണ്, ദൈവത്തിലുള്ള പ്രത്യാശ. നമ്മൾ പലരും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പല കുടുംബങ്ങളും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. തീർച്ചയായിട്ടും അവർ ശരിയായ ഒരു സ്ഥലത്തേക്ക്, സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് അവർ വരേണ്ട ഒരു ആവശ്യമുണ്ട്. ഓരോരുത്തരും, എല്ലാ വ്യക്തികളുടെയും സന്തോഷം നമുക്ക് സന്തോഷം നൽകുന്നതാണ്. അത് അനുഭവിക്കാൻ നമ്മൾ ഉള്ളവരായിരിക്കുമ്പോൾ അവരതിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവം അവരെ എങ്ങോട്ട് നടത്തുന്നതെന്ന് നമുക്കറിയില്ല. അതെങ്ങോട്ടായാലും സന്തോഷത്തോടെ കടന്നു പോകാൻ അവർക്കും ദൈവം കൃപ കൊടുക്കണം. ദൈവം അവരെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകുകയാണെന്നുള്ളൊരു ബോധ്യം. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ ഒരു അനുഭവം കൂടെ ബന്ധപ്പെടുത്തി ഞാൻ പറയാം. ദൈവവചനം കേൾക്കുകയും അനുഭവിക്കുകയും അത്ഭുതങ്ങൾ കാണുകയും ചെയ്ത ഒരു പിതാവ് ആ പ്രവൃത്തിക്കൊത്തവണ്ണം അദ്ദേഹം വഴിതിരിയുകയോ അതിന് ചെവി കൊടുക്കുകയോ ചെയ്തില്ല. എന്നാൽ അതിൻ്റെ ഒരു അംഗമെന്ന പോലെ പുള്ളി നടന്നു. സ്നാനപ്പെട്ടില്ലെങ്കിലും പരിശുദ്ധാത്മാവ് പ്രാപിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, സ്നാനപ്പെട്ടില്ലെങ്കിൽ പുള്ളിക്ക് പരാതിയാണ്, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ പുള്ളിക്ക് പരാതിയാണ്. ആരോടും ഈ കാര്യമൊക്കെ പറയും. പക്ഷെ അതിനപ്പുറത്തേക്കൊരു ജീവിതം പുള്ളിക്കുമില്ല. അദ്ദേഹം പലവിധമായ ചില വഴികളിൽ നടന്നു. അദ്ദേഹം വളരെ ആഗ്രഹത്തോടെ വളർത്തിക്കൊണ്ടുവന്ന മൂത്ത മകൻ തെങ്ങിന്നൊരു വീഴ്ച വീണു. സകല അഭ്യാസങ്ങളും അറിയാവുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അപ്പനും മകനും സകല അഭ്യാസങ്ങളും അറിയാവുന്ന വ്യക്തി, ആരോഗ്യകരമായ എല്ലാ കാര്യങ്ങളും അരയ്ക്ക് താഴോട്ട് തളർന്നു. മരണം വരെ ഈ പ്രയാസത്തിലൂടെ ദൈവത്തെ സേവിച്ച് മനുഷ്യൻ ജീവിച്ചു. പലപ്പോഴും കാലിൻ്റെ വ്രണം, ഈ പാദത്തിലൊരു വ്രണം ഉണ്ടാവും അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക്. അദ്ദേഹം ഈ എരുത്തിലൊക്കെ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നിർത്തത്തുമില്ല. ഈ വ്രണം ഇങ്ങനെ പഴുക്കും, ഒന്ന് കരിയും. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ സമയത്തും ലൈഫ് ലോങ് ആ പാദത്തിൽ ഒരു കെട്ട് ഒരു കാലിലെങ്കിലും ഉറപ്പായിട്ടും ഉണ്ടാകും. പക്ഷേ ഈ തലമുറയോട് അതങ്ങ് ഒതുങ്ങി എന്ന് പറഞ്ഞാൽ അടുത്ത ജനറേഷനിലേക്ക് വന്നപ്പോൾ അവർ സന്തോഷകരമായ സുവിശേഷ ജീവിതം ചെയ്യുന്ന ഒരു തലമുറയായിട്ട് അടുത്ത ജനറേഷൻ മാറി. ഞാൻ അനീഷ് ഞാൻ സത്യം പറഞ്ഞ അടുത്ത ആഴ്ച പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സംഗതിയാണ്. നമ്മളിലേക്ക് പകരപ്പെടുന്ന ചില സംഗതികളുണ്ട്. ഭൂസ്വത്തിനെ കുറിച്ചല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, ആത്മീയമായിട്ടുള്ള സംഗതിയാണ്. അതിൽ നല്ലതല്ലാത്തത് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഈ തലമുറയിൽ അത് തീർത്തേക്കണം. നമ്മൾ അനുഭവിച്ചായാലും ഈ കടം തീർത്തേക്കണം. അടുത്ത തലമുറയിലോട്ട് ഇത് കൊടുക്കരുത്. നമ്മൾ ആത്മീയമായ എന്ത് ശ്രേഷ്ഠത പ്രാപിച്ചിട്ടുണ്ടെങ്കിലും, പാസ്റ്റർ മോനാന്നൊക്കെ അഹങ്കാരപ്പെടുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് പ്രാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഉറപ്പായിട്ടും അടുത്ത തലമുറയ്ക്ക് കൊടുത്തു എന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തിയിരിക്കണം. ഒരു സംശയവുമില്ല. നിങ്ങൾ ആത്മീയമായിട്ട് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് പ്രാപിച്ച ഒത്തിരി സംഗതികളുണ്ട്. എനിക്കിവിടെ പലരെയും വ്യക്തമായിട്ട് അറിയാം. ആ നന്മ, ആ മൂല്യങ്ങൾ അതുപോലെ നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൊടുത്തു എന്ന് ഉറപ്പാക്കിയിട്ട് പോയില്ലെങ്കിൽ കുടുംബം വിറ്റഴിച്ചവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പേര് വേണം. അപ്പൻ പ്രാർത്ഥിക്കുന്നവരാണോ, അമ്മ പ്രാർത്ഥിക്കുന്നവരായിരുന്നോ, അനേകരെ വിശ്വാസത്തിലേക്ക് നടത്തിയതാണോ, ഇത് അടുത്ത തലമുറയ്ക്ക് കൊടുത്തേച്ചേ പോകാവൂ. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ 5 സെന്റിനെ കുറിച്ചാണോ ഇവിടെ പ്രസംഗിച്ചത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല,
അനീഷ് അങ്ങനെ പ്രസംഗിച്ചെങ്കിൽ ദൈവം അനീഷിന് കൊടുത്ത അങ്ങനല്ല. അനീഷ് അങ്ങനെ പ്രസംഗിച്ചെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം അതല്ല കൊടുത്തത്. നിങ്ങളുടെ സ്വത്തിനെ കുറിച്ച് ദൈവത്തിനൊരു വിഷയമില്ല. അത് ഏത് സമയത്തും ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അത് വേണ്ട സമയത്ത് ദൈവം വേണ്ടതുപോലെ ചെയ്തോളൂ. ഇന്ന് നമുക്കറിയാം, വെറുതെ ഒരു മെസ്സേജ് കൊടുത്താൽ ആയിരങ്ങളും പതിനായിരങ്ങളും കോടികളും ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട് ചാരിറ്റി എന്നുള്ള പേര്. അത് അവർക്ക് വരുമെങ്കിൽ നമ്മുടെ ദൈവത്തിന് അസാധ്യമാണ്. ഒന്നുമല്ല, ചെയ്യാൻ തീർച്ചയായിട്ടും കഴിയും. അതിനെക്കുറിച്ചല്ല, നമ്മൾ പ്രാപിച്ച നന്മകളെക്കുറിച്ച് ബോധ്യപ്പെട്ടവർ, നമ്മളിൽ വന്നു ചേർന്ന, നമ്മളറിയാതെയോ നമ്മളുടെ ഇഷ്ടത്താലോ അല്ലാതെ വന്നു ചേർന്ന തിന്മകളുണ്ട്. അത് ഈ ജന്മത്തോട് അവസാനിപ്പിച്ചേക്കാം. നമ്മൾ വചനം തിരിച്ചറിയും തോറും ഇത് നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും, നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ അടുത്തൊരു തലമുറ അനുഗ്രഹത്തിലൂടെ പോകാം. നമ്മൾ ബോധ്യമാക്കിയിരിക്കണം. ദൈവസന്നിധിയിൽ ഒന്നും വേണ്ട, ഒരു സാധാരണ ജീവിതം മാത്രം ചെയ്താണ്. ഒരു പ്രത്യേകിച്ച് ഒരു പടമൊന്നും കാണിക്കണം. നമുക്ക് ഈ തിന്മ അങ്ങ് നീക്കളാം. ഈ മനുഷ്യൻ പ്രത്യേകിച്ച് ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്തില്ല, ഒരു സാധാരണ ജീവിതം ചെയ്തതേ ഉള്ളൂ. പക്ഷെ ആ കുടുംബത്തിൽ വന്ന തിന്മ അതോടെ നീങ്ങിപ്പോയി. ഞങ്ങൾക്ക് വളരെ നേരിട്ടറിയാവുന്ന ഒരു സംഗതി. ഒത്തിരി നല്ലൊരു മനുഷ്യനാണ്, എന്നെയൊക്കെ വ്യക്തിപരമായിട്ട് സ്നേഹിച്ചൊരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് മുമ്പിലൊരു ന്യായവിധിയുണ്ട്. അതിൻ്റെ നിഴൽ നമ്മൾ കണ്ടു, അതിൻ്റെ പൊരുൾ നമുക്ക് മുന്നിൽ വചനം, യേശുക്രിസ്തു പറഞ്ഞ വചനം വായിച്ച് കേട്ടു. അതിനുവേണ്ടി നമ്മൾ കരുതുന്നത് തീർച്ചയായിട്ടും യേശുക്രിസ്തു പറഞ്ഞു, ആ വ്യക്തികൾ, ഞാൻ ആ വാക്യം എടുത്ത് അതിനു വേണ്ടിയാണ്, ആ വ്യക്തികൾ അറിയാതെ ചെയ്ത കുറേ കാര്യങ്ങൾ ഞങ്ങൾ നിന്നെ എപ്പോൾ ഭക്ഷണം തന്നു, ഞങ്ങൾ നിന്നെ എപ്പോൾ വന്ന് കണ്ടു, ഞങ്ങൾ നിന്നെ എപ്പോൾ രോഗത്തിൽ സന്ദർശിച്ചു, അവർക്കറിയില്ല. എപ്പോഴൊക്കെയോ അവർ ചെയ്ത പ്രവൃത്തികൾ ദൈവം കണക്കിട്ടത് തൻ്റെ സ്വന്തം പേരിലാണ്. ഒന്ന് ആലോചിച്ചു, നിങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഒരു നന്മ ദൈവം തനിക്ക് ചെയ്തതുപോലെ കണക്കിട്ട് അതിൻ്റെ പ്രതിഫലം തരുന്ന മനുഷ്യൻ, വ്യക്തിത്വം, ദൈവം. അങ്ങനെ ദൈവം എത്ര മഹത്തരമായ ഒരു ആലോചന അദ്ദേഹം പറഞ്ഞേക്കും, എത്ര മഹത്തരമായ ഒരു പ്രമാണം അദ്ദേഹം പറഞ്ഞേക്കും. നിങ്ങൾ ഈ ഭൂമി ചെയ്യുന്നത് നിത്യതയിലിരിക്കുന്ന ദൈവത്തിന് ചെയ്തതുപോലെ കണക്കിടുന്ന ദൈവത്തിന് സ്വാഗതം. അസാധാരണമായ ഒരു വസ്തുത, ദൈവത്തിന് സ്വാഗതം. അങ്ങനെയെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ നേടുന്നവരായി തീരാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.